ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ശ്രീകുമാർ എവിടെ നിന്നാണ്? എൻ്റെ എറണാകുളമാണ്. എറണാകുളമാണ്. ഓക്കെ. യൂഷ്വലി എന്തൊക്കെ ഐറ്റംസ് ആണ്? സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഓ, ചെയ്യാറുണ്ട്. എന്താണ് ഈ കൂടുതൽ ചെയ്യുന്നത്? എന്താണ് കോൺഫിഡന്റ് ആയിട്ടുള്ളത്? തമിഴ് ആക്ടേഴ്സ്, പിന്നെ തെലുങ്ക്, അങ്ങനെയുള്ള ആക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് ചെയ്യാറ്. മിമിക് ചെയ്യാണ്, ആക്ടേഴ്സിനെയാണ് ചെയ്യുന്നത്. ആക്ടേഴ്സിന്റെ വോയിസ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2020 ഓസ്കാർ അവാർഡ് വിൻ ചെയ്ത വോക്കിൻ ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനുണ്ട്. ജോക്ക്. ഇംഗ്ലീഷ്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്പോട്ടപ്പ് ആണ്. പിന്നെ നമ്മളുടെ ഇപ്പം ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ നമ്മുടെ ധനുഷ് സാർ, ഇപ്പൊ അദ്ദേഹം അവഞ്ചേഴ്സിന്റെ ഡയറക്ടറുടെ കൂടെ ഒരു ഇംഗ്ലീഷ് പടം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്പോട്ടപ്പ് ഉണ്ട്. പിന്നെ ജയം രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രില്യന്റ് ആക്ടറുടെ ഒരു സ്പോട്ടപ്പ് ആണ്. സ്പോട്ടപ്പ് ആണ്. ഇത് മൂന്നും സ്പോട്ടപ്പ് ആണ്. ഓക്കെ. ശ്രീകുമാർ ചിരിക്കാറില്ലേ? ചിരിക്കാറുണ്ട്. ചിരിക്കാറുണ്ട്. അല്ല, എന്റെ ഫേസ് ഒരു ഇന്റർവെക്ടർ ആയത് കാരണം അങ്ങനെയാണ് എന്റെ ഫേസ്. പൊതുവെ എല്ലാവരും അത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ടെൻഷനാണ്, പക്ഷെ എന്റെ മുഖം അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മള് സ്റ്റേജിൽ പ്രശ്നം, ഒരു സ്റ്റേജ് പെർഫോമർ എന്ന് പറയുമ്പോൾ നമ്മള് ആ പ്ലസന്റ് മൂഡാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഹാപ്പി ആയിട്ട്, ഞാനത് മനസ്സിൽ ഹാപ്പി അല്ലേ? മനസ്സ് ഹാപ്പിയാണ്, വളരെ സന്തോഷം. കാരണം വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആക്ടർ ആയിട്ടുള്ള ഇന്നസെന്റ് ആന്റെ മുമ്പിലും അതുപോലെ മിമിക്രിയുടെ തന്നെ വലിയ രാജാക്കന്മാരായിട്ടുള്ള സാറിന്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞ തന്നെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. അല്ല, അതൊക്കെ വെറുതെ പറയാണ്. രാജാക്കന്മാരൊന്നും വലിയ വലിയ ആർട്ടിസ്റ്റാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്ന ആർട്ടിസ്റ്റുകളാണ്. വെറുതെ പറയല്ല, എന്റെ കാര്യം ശരി. അതെ, രാജാക്കന്മാര് നല്ല ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കാം. തീർച്ചയായും കൂടെ ഉണ്ട്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മാഡം. Oh, why is everybody so upset about these guys? If it was me dying on the sidewalk, you would walk right over me. I pass you every day and you don't notice me, but this guy is what because Thomas Wayne went and cried about them on TV? You have a problem with Thomas Wayne? Yes, I do. Have you seen what it is out like there, Murari? Do you ever actually leave the studio? Everybody just yells and screams at each other. Nobody's civil anymore. Nobody thinks what it is like to be the other guy. You think men like Thomas Wayne ever think what it is like to be someone like me? To be somebody but themselves? They don't. They think that we will just sit there and take it like good little boys that we want werewolf and go by. You finished? I mean, there's so much self-pity, Arthur. You sound like you're making excuses for killing those young men. Not everybody, and I'll tell you this, not everyone is awful. You're awful, Murray. Me? I'm awful? Oh yeah, how am I awful? Playing my video, inviting me on this show. You just wanted to make fun of me. You're just like the rest of them. You don't know the first thing about me, pal. Look what happened because of what you did, what it led to. There were riots out there. 2 policemen are in critical condition. You're laughing. Someone was killed today because of what you did. I know. How about that joke, Murray? I think we've had enough of your jokes. What you get when you cross a mentally loner with a society that abandons him and treats him like trash. I will tell you what you get. You get what you fucking deserve. Good night, and always remember, that's നെക്സ്റ്റ് വൺ എന്താണ് ശ്രീകുമാർ? നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ബെസ്റ്റ് ആക്ടറായ നാഷണൽ അവാർഡ് വിന്നർ ആയ ധനുഷ് സാറിന്റെ വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ സ്പോട്ട് ഡബിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലെ ഒരു സ്പോട്ട് ഡബിംഗ്. ഓക്കെ ഓക്കെ ഫൈൻ ഡൺ. கண்ணு முழிச்சு பார்த்தது நீ இல்லைன்னோட எனக்கு எப்படி இருந்துச்சு தெரியுமா? எங்க நீயும் என்னை விட்டு போயிட்டியோன்னு பயந்துட்டேன். எனக்கு தெரியும் திவ்யா, இப்போ உனக்கு எல்லா உண்மையும் தெரிஞ்சிருக்கும். அவங்க எல்லாம் சொல்லியிருப்பாங்க. கொலை பண்ணியிருக்க, ஒவ்வொரு நிமிஷமும் போய் சொல்லி ஏமாத்திருக்க. அதனால என்ன, என் திவ்யா கூட இருக்கணும்னா எது வேணாலும் செய்வேன். உனக்கு இங்கே என்ன இல்லை, என்ன வேணும் சொல்லு, கொண்டு வர. ஆனால் நீ மட்டும் என்னை விட்டுட்டு போகாது திவ்யா.
எனக்கு யாருமே இல்லை திவ்யா, நீயும் இல்லை, நான் செத்துருவேன் திவ்யா. നൈസ്. ഇനി അടുത്ത എന്തുവാ? അടുത്തത് നമ്മളുടെ തമിഴിലെ തന്നെ ഒരു ബ്രില്യൻ്റ് ആക്ടർ ആയിട്ടുള്ള ജയം രവി സാറിന്റെ സ്പോട്ടപ്പ് ആണ്. ഓക്കെ, ജയം രവി. ജയം രവി. ഓക്കെ, റെഡി. ഓക്കെ. சந்தோஷ் வா உட்காரு, கேரம் போர்டு ஆடலாம் சொல்லுவீங்க, நான் கூட ஏதோ ஆடணும்னு நினைப்பேன். ஆனா நீங்க என்ன ஜெயிக்க வைக்க தான் நினைச்சுக்கிட்டு ஒயிட் போடு, பிளாக் போடு, ரெட் ஜாகிரதை அந்த கை இப்படியே பிடிச்சிக்கிட்டு என் ஆட்டத்தை கூட நீங்களே ஆடுற, அப்புறம் நான் எதுக்குப்பா ஆடணும்? இது எல்லாத்தையும் விட சாப்பிட்றது கூட எப்படின்னு சொல்லி கொடுத்தா தொண்டையில இறங்க மாட்டேங்குதப்பா. உங்களுக்கு தெரியாதப்பா, நீங்க சொல்ற மாதிரி இருந்திருக்க முடியாம, நான் நினைச்ச மாதிரி நடந்திருக்க முடியாம, நரகம்ப்பா அது, நரகம். മൂന്ന് സ്പോട്ട് ഡബും ഗംഭീരായിരുന്നു. പക്ഷേ നമുക്ക് അടുത്തത് കാണാം. എന്താ ചെയ്യാൻ പോണേ? അടുത്തത് നമുക്ക് മലയാളത്തിൽ ഫഹദ് ഫാസിൽ സാറിന്റെ വോയിസ് ഉണ്ട്, പിന്നെ ഇളയ ദളപതി വിജയ് സാറ്, പിന്നെ സൂര്യ. ഓക്കെ, നമുക്ക് ആദ്യം എന്തായാലും ഫഹദ് ഫാസിലിന്റെ കേൾക്കാം അല്ലേ? ഫഹദിനൊക്കെ. ഓക്കെ ഓക്കെ അധികം പേര് അനുകരിച്ച് കേൾക്കാത്തവർ പോയി. ഓക്കെ സാർ. ഇരിക്കും മോളെ, മോളെന്നെ സ്വന്തം ചേട്ടനെ പോലെ കാണണം, എന്നാലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. എന്താ അവൻ്റെ പേര്? അവൻ്റെ പേര് ഞാൻ മറന്നു. ബോപ്പി. എൻ്റെ കൂടെ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് ഈ ടേബിളിൽ ഇരിക്കാനായിട്ടുള്ള അവൻ്റെ യോഗ്യത എന്താണ്? മോളെ ഷേവ് ചെയ്താ കൊടുക്കാനായിട്ട് 60 രൂപ കയ്യിലെടുക്കാനില്ലാത്തവൻ. അടുത്തത് ഇളയ ദളപതി വിജയ് സാറിന്റെ കത്തി എന്ന് പറഞ്ഞ ഫിലിമിലെ ഒരു വോയിസ് ആണ്. தாமரபரணி 6லிருந்து ஒரு கோலா கம்பெனி ஒரு நாளைக்கு 9 லட்சம் லிட்டர் தண்ணி எடுக்கிறான். இதில் விவசாயத்துக்கு தண்ணி எங்க இருக்கும்? விவசாயம் தற்கொலை பண்ணிக்காம என்ன பண்ணுவான்? அவங்க பசிக்கு பிச்சை கேட்கல சார், விவசாயம் பண்றதுக்கு தண்ணி கேட்கறாங்க. தண்ணூத்து கிராமம் மட்டும் இல்லை, சொந்த ஊரை விட்டு ஓடி போன அத்தனை விவசாயிகளும் தான். உங்களை நிறைய பேருக்கு தெரியாத ஒரு விஷயம் சொல்றேன். 5000 கோடி, எப்படி 5000 கோடி கடன் வாங்கின ஒரு பியர் ஃபேக்டரி ஓனர் என்னால அந்த கடமையை கட்ட முடியலைன்னு கை தூக்குறான். ஆனா அவன் தற்கொலை பண்ணிக்கல, அவனுக்கு லோன் கொடுத்த அதிகாரிகளும் தற்கொலை பண்ணிக்கல. ஆனா 5000 ரூபாய் கடன் வாங்கின ஒரு விவசாயி அது கட்ட முடியாம வட்டி மேல வட்டி ஏறி பூச்சி மருந்து குடிச்சு தற்கொலை பண்ணிக்கிறேன். അടുത്തത് സൂര്യയുടെ ഒരു ഡയലോഗാണ്. സൂര്യയുടെ 24 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമിലെ ഡയലോഗാണ്. അതിൽ അദ്ദേഹത്തിന്റെ ആത്രയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ഒരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലൈമാക്സിലൊരു സീൻ. எந்த நேரம் ஞாபகம் இருக்குன்னு கேக்குறீங்களா? எப்படிடா மறப்ப? 13/1/1990 சாயந்தரம் 5 மணி அந்த வாட்சை அழைச்சிக்கிட்டு கடவுளாக நினைச்ச நாள். உங்க அப்பா சேதுராம கூட சேர்ந்து உங்க அம்மாவும் செத்த நாள். அவங்க 2 பேரையும் நான் தாண்டா கொன்னேன். மறுபடியும் போறேன், அதே நாளுக்கு அதே நேரத்துக்கு போறேன். என்னை இப்படி ஆக்குன உங்க அப்பா உங்க அம்மா உன்னை சேர்ந்து கொல்ல போறேன். உலகத்திலே ஒரே ஆளை 2 தடவை கொல்ல சரிதான். முதல் அதிர்ச்சியசாலி நான் தாண்டா. റിയലി ഗുഡ് ശ്രീകുമാർ. ഒരുപാട് ടാലൻസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ജോക്കർ പോലെ ഒരു വേൾഡ് വൈഡ് അറിയുന്ന ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ടാണ് ഞാൻ സ്പോട്ട് ഡബ് ചെയ്യുന്നത് കാണുന്നത്. റിയലി ഗുഡ്. ശ്രീമാർ, എത്ര ദിവസം എടുത്ത് കാണും ഈ ജോക്കറിലെ ആ വോയിസ് അത്ര ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി? സാർ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എടുത്തുള്ളൂ ശരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീനിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് ആ ഡയലോഗ്സ് മനസ്സിലാവുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫീലിങ്സ് ഭയങ്കര ഇതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇഷ്ടത്തിൽ നമ്മൾ അങ്ങ് പഠിച്ചതാണ്, ഫോഴ്സ് ചെയ്ത് പഠിച്ചതല്ല സംഭവം. അതിൽ ചില ആസ്കി വോയിസ് ഒക്കെ ഇല്ലേ, ഭയങ്കര ഡെപ്ത് ഉണ്ട് പറഞ്ഞിട്ട്, അത് നന്നായിരിക്കും. താങ്ക് യു സോ മച്ച്. നന്നായിരിക്കും. അതുപോലെ ധനുഷിന്റെ ആണെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നന്നായിരിക്കും, എല്ലാ വോയിസും നന്നായിരിക്കുന്നു. ഓക്കെ സാർ. ചില ഞാനിപ്പോൾ അത് ഒരുതായിട്ട് പറയണമല്ല, നിങ്ങൾ ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. ചില ഭയങ്കര ത്രോയുള്ള വോയിസ് ഉണ്ടാവും, ചില നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ത്രോയുള്ള വോയിസ് ഉണ്ടാവും. അത് എപ്പോഴും കുറച്ച് മൈക്കിൽ നമുക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വോയിസിന്റെ ഒരു മോഡുലേഷൻ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോണം ചിലർക്ക്. തീർച്ചയായും സാർ. നെക്സ്റ്റ് താങ്ക് യു സോ മച്ച്. മനസ്സിലായി. അപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. കാര്യം വിജയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മൈക്ക് അടുപ്പിച്ച് പിടിച്ച് പറയാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. എന്തായാലും ഗംഭീര ആർട്ടിസ്റ്റാണ് നിങ്ങൾ, നല്ല വോയിസ് മോഡുലേഷൻ ഉള്ള ആളാണ്. എന്താ പറയുക, ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, നല്ലൊരു ഭാവിയുണ്ട്. തീർച്ചയായും താങ്ക് യു. ഞാനെന്ത് പറയാനാ, ശ്രീകുമാർ ഞെട്ടിച്ച് കളഞ്ഞില്ലേ.
എനിക്ക് 2-3 കാര്യങ്ങളെ തോന്നിയ വെച്ചാൽ ശ്രീകുമാർ നമുക്കൊരു സഭാകമ്പം വേണ്ട. ശ്രീകുമാർ വളരെ ഹൈ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ശ്രീകുമാർ ചിന്തിച്ച തലങ്ങൾ അല്ലെങ്കിൽ മിമിക്രിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ശബ്ദം അനുകരിക്കുന്നു, അവിടെ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ആ ശ്രീകുമാറിൻ്റെ കണ്ടെത്തലുണ്ടല്ലോ, അതിനെയാണ് ഫസ്റ്റ് ഞാൻ തരുന്ന മാർക്ക്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. അതുപോലെ ജോക്കർ എടുത്തു പറയേണ്ട ഒരു മഹാസംഭവമാണ്. ആ ഒരു കണ്ടെത്തൽ നമുക്ക് എന്തായാലും അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിമനോഹരമായിരുന്നു. അതിനകത്തൊരു ഒരു മൂഡും ആ മോഡുലേഷനും ഒക്കെ കറക്റ്റാണ്. പക്ഷെ ഫോറിനേഴ്സിൻ്റെ അവരുടെ പ്രൊനൗൺസ് ചെയ്യുന്നതിനകത്ത് വരുന്ന ഒരു മലയാളിത്തമില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു സ്ലാങ് ഉണ്ട്. എനിക്ക് തോന്നിയത് ഒരൊറ്റ ഇത് മാത്രമാണ്. പക്ഷേ അത് ബേസിലേക്ക് വന്നപ്പോൾ അയാളുടെ ഒരു ഇമോഷണൽ ഏരിയയിലേക്ക് വന്നപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. അതിന് മുമ്പുള്ള ആ ലെങ്തി ഡയലോഗിൽ ആ ഫോറിനേഴ്സിൻ്റെ ഒരു സ്ലാങ് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ ശ്രീകുമാറിന് അതിമനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. സോറി എന്ന് പറയില്ലല്ലോ, സോറി എന്ന് മലയാളികൾ ഇന്ത്യൻസാണ് പറയുള്ളൂ. സോറി എന്ന് പറയുന്ന തരത്തിലുള്ള ആ മോഡൽ, അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ക്യാരക്ടറിൽ നമുക്കത് അറിയാൻ പറ്റും. അത് മാത്രമാണ് എനിക്ക് അതിനകത്ത് ചെറിയൊരു ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയ കാര്യം. ബാക്കി പെർഫെക്റ്റ് ആണ്. ബാക്കി ധനുഷ്, സൂര്യ, ഇതുപോലെ വിജയ്, അതുപോലെ തന്നെ ജയം രവി. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായിട്ടുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ ആധികാരികമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്തായാലും ഞാനത് കണ്ടപ്പോൾ ഇത്ര നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വന്ന് നിൽക്കണം കണ്ടപ്പോൾ താനൊരു ഭയങ്കരം തന്നെയാണെന്നുള്ളത് മനസ്സിലായി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു സർ.